വിഷയത്തിൽ ഈ MLA AD തോമസും അജയ് ജുവൽ കുര്യാക്കോസും ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെയും DGPയും കാണും. ഏത് വിഷയത്തിൽ? രക്ഷാപ്രവർത്തന വിവാദ വിഷയത്തിൽ. MR അജിത് കുമാറിനെതിരായ നടപടി വൈകുന്നതിൽ ആശങ്ക MLA അറിയിക്കും. MR അജിത് കുമാർ പൊളിറ്റിക്കൽ ക്രിമിനലാണെന്നും നടപടി അനിവാര്യമാണെന്നും ഇരുവരെയും അറിയിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത്. മനീഷ് മഹിപാലുണ്ട്. മനീഷ് മഹിപാൽ, MR അജിത് കുമാറിന് എതിരെ നടപടി വന്നില്ലെങ്കിൽ അത് ആ ആരോപണം ഉയർത്തിയവർക്ക് വലിയ ക്ഷീണമാണ്. അജയ് കുര്യാക്കോസ് ആണെങ്കിലും ശരി, AD തോമസ് MLA ആണെങ്കിലും ശരി, അവർ പ്രതീക്ഷിക്കുന്നത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടാകുമെന്നാണ്. പക്ഷേ വൈകുന്നതിലൊരു അതൃപ്തിയുണ്ടോ അവർക്ക്? മനീഷ്. അതെ അരുൺകുമാർ, അങ്ങനെ ഒരു ആശങ്ക MLA AD തോമസിനും അജയ് ജുവൽ കുര്യാക്കോസിനുണ്ട്. അതുകൊണ്ട് തന്നെ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും DGPയും ഇന്ന് തിരുവനന്തപുരത്തെത്തി നേരിട്ട് കാണാനാണ് തീരുമാനം. അവർ തിരുവനന്തപുരത്തേക്ക് പുറപ്പെട്ട് കഴിഞ്ഞു. ഇപ്പോഴത്തെ ഈ കേസിൽ UDF സർക്കാർ അധികാരത്തിൽ വന്ന ആദ്യ മന്ത്രിസഭാ യോഗത്തിൽ തീരുമാനിച്ച SITയുടെ കണ്ടെത്തലായിരുന്നു ഈ കേസിൽ അട്ടിമറിക്കാൻ MR അജിത് കുമാർ ശ്രമിച്ചു. ഒപ്പം തന്നെ ഈ കേസിൽ വലിയ രീതിയിൽ ആ കേസ് ഡയറിയിലടക്കം മാറ്റം വരുത്തി റെഫർ റിപ്പോർട്ടായി കൊടുത്തു എന്ന് കണ്ടെത്തിയത് SIT തന്നെയാണ്. പക്ഷേ ആ SIT കൊടുത്ത അന്തിമ റിപ്പോർട്ടിലാണ് DGP ചില വ്യക്തത വരുത്തണമെന്ന ആവശ്യപ്പെട്ടുകൊണ്ട് തിരിച്ചയക്കി. പിന്നീട് അത് സാങ്കേതികമായി അത്തരം ഫയലുകൾ തന്റെ മേശപ്പുറത്ത് എത്തിയിട്ടില്ല എന്ന് മുഖ്യമന്ത്രി VD സതീശന് വ്യക്തമാക്കുന്നു. ഇത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ ആഭ്യന്തര വകുപ്പ് മന്ത്രി രമേശ് ചെന്നിത്തലയും മാധ്യമങ്ങൾക്ക് മുന്നിൽ തയ്യാറായിട്ടില്ല. ഈ വിഷയത്തിൽ ആശങ്ക എന്താണെങ്കിലും AD തോമസിനുണ്ട്, ഒപ്പം തന്നെ അജയ് ജുവൽ കുര്യാക്കോസിനുമുണ്ട്. കേസിൽ യഥാർത്ഥ വില്ലൻ MR അജിത് കുമാറാണ്. കാരണം LDF സർക്കാരിന്റെ കാലത്ത് തന്നെ ഒരു പക്ഷേ ഈ ഉദ്യോഗസ്ഥർക്കെതിരെ, അതായത് അനിൽ കല്ലൂർ അടക്കമുള്ള സന്ദീപ് അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് നടപടി എടുക്കേണ്ട വിഷയത്തിൽ അന്ന് MR അജിത് കുമാർ ഇടപെട്ടുകൊണ്ടാണ് ഈ വിഷയം തണുപ്പിച്ചത്. ആ വിഷയം റെഫർ റിപ്പോർട്ടായി കോടതിയിലെത്തിയത്. അതുകൊണ്ട് തന്നെ MR അജിത് കുമാർ അത് നടപടി വേണമെന്നുള്ളത് AD തോമസിന്റെ അജയ് ജുവൽ കുര്യാക്കോസിന്റെ വ്യക്തിപരമായ ആവശ്യം മാത്രമല്ല, അത് രാഷ്ട്രീയമായ ഒരു നിലപാട് കൂടിയാണ്. ഇതിനെതിരെയുള്ള നിയമ പോരാട്ടം നടത്തുന്ന സമയത്ത് ഇവരെ മർദ്ദിച്ച സന്ദീപിനെതിരെയോ അനിൽ കല്ലൂരിനെതിരെയോ മാത്രമല്ല, ഈ കേസ് അട്ടിമറിക്കാൻ കൂട്ടുന്നത് അല്ലെങ്കിൽ അട്ടിമറിയുടെ യഥാർത്ഥ പ്രധാനപ്പെട്ട സൂത്രധാരനായിട്ടുള്ള MR അജിത് കുമാറിന്റെ നടപടി വേണമെന്നത് അവർ പല സമരങ്ങളും നടത്തി, സെക്രട്ടേറിയറ്റ് അടക്കം സമരം നടത്തി. ആ സമരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. അങ്ങനെ നിന്ന് ഒരു നിലപാടിൽ നിന്ന് യൂത്ത് കോൺഗ്രസിനും KSUവിനും പിന്നോട്ട് പോകുന്ന രാഷ്ട്രീയമായ തിരിച്ചടി കൂടി ആയി മാറും. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ കൂടുതൽ പരിശോധിക്കണം. MR അജിത് കുമാറിനെതിരെ ഉള്ള നടപടിക്കുള്ള കാര്യങ്ങൾ ഈ മാസം 39-ന് തന്നെ നടപ്പിലാക്കണമെന്ന ആവശ്യം ഇന്ന് ആഭ്യന്തര വകുപ്പ് മന്ത്രിയെ ഒപ്പം തന്നെ DGPയെ നേരിൽ കണ്ട് അറിയിക്കും. അരുൺകുമാർ. ഓക്കെ, തീർച്ചയായിട്ടും നടപടി വരും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം.